രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സിനിമ ഒരുപാട് മോഹിച്ചിരുന്നോ? ഇല്ല, സിനിമയിൽ വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം എൻ്റെ ഈ കൈ ഒടിഞ്ഞതുകൊണ്ടും ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ ഒടിഞ്ഞിട്ട് ഈ ചോറുണ്ണുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ അങ്ങനെ മടിച്ചു നിൽക്കണമെന്നല്ല, അതിനെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. അതുകൊണ്ടാണ് മിമിക്രി കാണിക്കണം, സ്റ്റേജ് ഷോകൾ ചെയ്യണം എന്ന് മാത്രമേ ആഗ്രഹിച്ചു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിയുമായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവണമെന്ന് ഞാൻ അങ്ങനെ 2 വർഷം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചു. അന്നിങ്ങനെ ശബ്ദം മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സീരിയലിന് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശിവം സിനിമയ്ക്ക്, ഷാജി കലാ സാറിന്റെ ശിവം സിനിമയ്ക്ക് നമ്മുടെ രാജൻ പി ദേവേട്ടന് ഞാനാണ് ശബ്ദം കൊടുത്തേക്കുന്നത്. ശിവം സിനിമയിൽ നമ്മൾ കേൾക്കുന്ന രാജന്റെ ശബ്ദം സുരാജിന്റേതാണ്. എന്റെയാണ്. അങ്ങനെ ഒരുപാട് ചെയ്തതാണ് പുള്ളി ഇമിറ്റേറ്റ്. പിന്നെ ജഗപുക എന്ന് പറയുന്ന കൈരളി ടിവിയുടെ ഒരു 10-20 സൗണ്ടോളം എല്ലാ സ്റ്റാർസിന്റെയും ഞാൻ തന്നെയാണ് കൊടുത്തത്. എന്നാണ് ആദ്യമായിട്ട് മറ്റൊരാളുടെ ശബ്ദം അനുകരിക്കണമെന്ന് തോന്നിയത്? ഏതെങ്കിലും മിമിക്രി ഷോ കണ്ടപ്പോഴാണ്? മിമിക്രി ഷോ കണ്ട മാത്രമല്ല, എന്റെ ചേട്ടൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അമ്പലപ്പറമ്പുകളിലൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് വെച്ചിട്ട് ഞാനും ആദ്യം ഈ തബലയുടെയൊക്കെ ശബ്ദം എടുക്കുമായിരുന്നു. അത് പിന്നെ കമ്പോസർ ഇതൊക്കെ എടുത്തപ്പോൾ പിന്നെ ആദ്യം എന്റെ അമ്മാവനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി. എങ്ങനെയാണ് അമ്മാവന്റെ നിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, ഏകദേശം കൊച്ചു പ്രേമചേട്ടനുമായിട്ട് സാമ്യമുള്ള ഒരു ശബ്ദമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ശബ്ദം കൊച്ചു പ്രേമനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടല്ലേ? പ്രേമചേട്ടന് വേറൊരുതുണ്ട്, ഒരേ ഗ്രാഫായിരിക്കും. കാര്യം വെച്ചാൽ അതില് കയറ്റം ഉണ്ടാവില്ല. ഏത് ഡയലോഗ് കൊടുത്താലും ഡയലോഗ് തെറ്റുന്ന കോമഡി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ഇരുന്നിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട് കഴിക്കാൻ പോവാ, ഒരേ ഗ്രാഫ്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് 10 ലക്ഷം ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ മതി. പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അതത്തിന് ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇത്ര പറയും. ഇനി ഡയലോഗ് ചിലപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഇയാള് പ്രോംപ്റ്റ് ചെയ്യുന്ന ഡയലോഗ് പോലും അത് കറക്റ്റ് പറയില്ല. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യുമ്പോൾ കറക്റ്റ് സിങ്ക് ആയിരിക്കും. അത് ഡയലോഗ് തെറ്റിപ്പോകുന്ന ഒരു വോയിസ് ഉണ്ട്, അതങ്ങ് കയറിപ്പോകും. എടി ഭാഗീരഥി നിന്നോട് ഞാൻ എത്ര പറഞ്ഞ് വെറുതെ കാര്യം പറയും. ഡയലോഗ് മറന്നിട്ടാണ്. ഡയലോഗ് മറന്നു പോകുമ്പോ പുള്ളി ഇതിലാവും, ഹൈ പിച്ചിലേക്ക് പോകും. ഇങ്ങനെ നിൽക്കും. ഡബ് ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കും. അത് അദ്ദേഹത്തിന്റെ വലിയൊരു മിടുക്കാണല്ലേ. ഞാനും പ്രേമേട്ടനുമായിട്ടുള്ള ഒരു രസകരമായ ഒരു അനുഭവം ഓർമ്മയുള്ളത്, ഞങ്ങൾ ഉത്തമൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാം. അപ്പൊ ഒരു പോലീസ് സ്റ്റേഷനാണ് സീക്വൻസ്. അപ്പൊ ആ സീനില് കൊച്ചു പ്രേമൻ ചേട്ടനോടൊപ്പം അഭിനയിക്കുന്നത് ഇന്നസെന്റ് ചേട്ടനും കൊച്ചു പ്രേമൻ ചേട്ടനും ഉണ്ട്, പോലീസുകാർ. ബാക്കിയുള്ളത് ജയറാം 6 അടി 3 ഇഞ്ച്, മേഘനാഥൻ 6 അടി 1 ഇഞ്ച്, ബാബു ആന്റണി 8 അടി 14 ഇഞ്ച്, ഈ കണക്കിലുള്ള ആളുകളാണ്. 8 അടി 14 ഇഞ്ച് ഇങ്ങനെയുള്ള ആളുകളാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നത്. അപ്പൊ ഇന്നസെന്റ് ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അല്പം പൊക്കം കുറഞ്ഞ ഒരാൾ ഞാൻ മാത്രമുള്ളൂ അതില്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ ഈ സജഷൻ ഷോട്ട് എടുക്കുമ്പോൾ ഈ ക്യാമറയുടെ സൗകര്യത്തിന് വേണ്ടി എല്ലാവരും വന്ന് ഈ കാലിങ്ങനെ അകത്തിയിട്ട് നിൽക്കും, ഇന്നസെന്റ് ചേട്ടന്റെ ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനേക്കാൾ ഭയങ്കര പൊക്കണം. അപ്പൊ ക്യാമറയുടെ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കിട്ടില്ല, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും, ഓഡിയൻസ് അത്ര മനസ്സിലാവില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പൊക്കം കൂടുതലുള്ള ആളുകൾ 2 കാലും ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈറ്റ് ഇങ്ങനെ കുറച്ച് നിൽക്കും. അപ്പൊ ഇന്നസെന്റ് ചേട്ടന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും, അപ്പൊ ഇന്നസെന്റ് ചേട്ടൻ അതിൽ നല്ല ദേഷ്യമുണ്ട്. കാരണം ഞാൻ ഇത്തിരി പൊക്കം കുറഞ്ഞ ആളാണ്. ബാക്കി എല്ലാവരും വന്ന് ഇങ്ങനെ കാലകത്തി, ബാബു ആന്റണിയൊക്കെ കാലകത്തി അങ്ങ് കിടന്നിട്ടാണ് ഏതാണ്ട് ആ ഒരു ലെവലിൽ വന്നത്. സ്ട്രെച്ച് ഫുൾ സ്ട്രെച്ചിൽ നിന്നിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും വന്ന് ഇങ്ങനെ നിന്ന് ജയറാമിന്റെ എടുത്തു, മേഘനാഥന്റെ എടുത്തു, എന്റെ എടുത്തു, ബാബു ആന്റണിയുടെ ഒക്കെ എടുത്തു. കൊച്ചു പ്രേമന്റെ വന്നപ്പോ കൊച്ചു പ്രേമൻ വന്ന് കാലകത്തി. കൊച്ചു പ്രേമൻ ഇന്നസെന്റ് ചേട്ടനേക്കാൾ പൊക്കം കുറഞ്ഞ ആളാണ്. ഇന്നസെന്റ് ദേഷ്യം കയറിയിട്ട് വെച്ചു, താനെന്തിനാണോ ഇങ്ങനെ കാലത്തുന്നത്? സുരാജ് പറയുന്ന പോലെ അല്ല, ഞാൻ വിചാരിച്ച എല്ലാവരും അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നോളണം എന്നാണ് എന്റെ വിചാരം എന്നുകൊണ്ട്. അങ്ങനെ നല്ല സ്പോണ്ടേനിയസ് ആയിട്ടുള്ള തമാശകളൊക്കെ പറയുന്ന ആളാണ്.
അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം. പച്ചക്കുതിര, ഗൗതമ ബുദ്ധന്റെ കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഭാഷ. പച്ചക്കുതിര ഓപ്ഷൻസ്. എ ഹിന്ദി, ബി ഉറുദു, സി സംസ്കൃതം, ഡി പാലി. ഇതിൽ ഏത് ഭാഷയാണ് ബുദ്ധന്റെ കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്? യുവർ ടൈം ബിഗിൻസ്. ഒരു കറക്കിക്കുത്താണ്. ഡി പാലി. ഡി പാലി കൺഫേം ചെയ്യാമോ? കൺഫേം ചെയ്യാം അല്ലേ? പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഡി പാലി. അങ്ങനെ ഒരു ഭാഷ കേട്ടിട്ടുണ്ടോ സുരേഷ്? അല്ല, ഹിന്ദി സംസ്കൃതം ഉറുദു അറിയാം. അപ്പൊ പിന്നെ പാലി ആയിരിക്കും. അങ്ങനെ ഒരു കറക്കിക്കുത്തുക. പാലി ചാല എന്ന് പറഞ്ഞൊരു നടനില്ലേ? ചാലി പാല ആണല്ലോ. ബ്രദറെ ഇപ്പൊ എവിടെയാ ബ്രദറെ എന്ന് ചോദിക്കുന്ന ശാലിയാണ്. അപ്പോ പാലി ഭാഷയാണ് ഗൗതമ ബുദ്ധന്റെ കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നതെന്നാണ് സുരാജ് പറയുന്നത്. പച്ചക്കുതിര എന്താണ് പറയുന്നത് നോക്കാം. ഏതാണ് ശരിയായ ഉത്തരം? ഡി പാലി ശരിയായ ഉത്തരമാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് പാലി ഭാഷയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോ പാലി ഭാഷ സുരാജിന് 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിത്തന്നു കഴിഞ്ഞു അല്ലേ? താങ്ക് യു. 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ വരെ സമ്മാനമായി ലഭിക്കാം. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് തന്നെ അതുകൊണ്ട് പണയം വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമോ, അതോ സമ്മാനമായി അനുസരിച്ചിട്ട് പണയം വെക്കും? അങ്ങനെ പണയം വെക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ സുരാജിന് ഇല്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അല്ലേ? ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ പരിമിതമായാൽ മതി. സുരാജ് വളരെ പരിമിതമായ ആഗ്രഹങ്ങളുള്ള ആളാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു അതിമോഹങ്ങൾ കാണിക്കുന്ന ഒരാളല്ല. വളരെ കാൽക്കുലേറ്റീവായി ജീവിക്കുന്ന ഒരാളാണ്. വളരെ നല്ലൊരു ഫാമിലി മാനാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ ഒരു അഭിനന്ദനം തോന്നുന്ന ഒരു കാര്യം അല്ല. നമുക്ക് അങ്ങനെയല്ലേ, മലയാളികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഒരു നല്ല ഫാമിലി മാനാണെന്ന് അറിഞ്ഞാൽ തന്നെ അയാൾക്കൊരു വലിയൊരു ബഹുമാനം മറ്റുള്ളവർക്ക് കൊടുക്കും. അസംബന്ധ എന്ത് വേറെ ഏത് രീതിയിൽ മികച്ച ഒരാളാണെങ്കിലും ഒരു നല്ല ഫാമിലി ലൈഫ് ഇല്ല അയാൾക്കെന്ന് തോന്നിയാൽ നമുക്ക് അയാളോട് എപ്പോഴും ഒരു ചെറിയൊരു ഇഷ്ടക്കുറവ് വരും. സുരാജിനെയൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. ഭാര്യയും മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്ന നല്ലൊരു കുടുംബം നോക്കുന്ന ഒരാളായിട്ട് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. ഭാര്യയോടും മക്കളോടും ഒക്കെ എന്റെ അന്വേഷണം അറിയിക്കണം തീർച്ചയായിട്ടും. അപ്പൊ നമുക്കിനി 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കാനുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, മൂന്നാമത്തെ ചോദ്യം. ചൈനീസ് റോസ് എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന പുഷ്പം ഏത്? പച്ചക്കുതിര ഓപ്ഷൻ. എ ചെമ്പരത്തി, ബി ആന്റൂറിയം, സി യൂഫോബിയ, ഡി ബൊഗൈൻവില്ല. ചെമ്പരത്തി. എ ചെമ്പരത്തി രാജേഷിന്റെ ഓപ്ഷനാണ്. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു എ ചെമ്പരത്തി. എന്താ സുരാജ് ആന്റൂറിയവും യൂഫോബിയയും ബൊഗൈൻവില്ലയും പറയാതിരുന്നത്? ചെമ്പരത്തിയാണ് കറക്റ്റ് ആൻസർ. എങ്ങനെ അറിയാം? ചൈനീസ് റോസ് എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. അതെ, ശരിക്കും ഇത് കേരളത്തിലാണ് കൂടുതൽ. അത് തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ ആണ് കൂടുതൽ. അല്ല, തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറവായിരിക്കും. ചൂടുള്ള സ്ഥലങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ചൈനീസ് റോസ് എന്ന് പറയുന്നത്. ആന്തൂര്യത്തിന് ചൈനീസ് റോസ് എന്ന് പറയാൻ പാടില്ലേ? ആന്തൂര്യത്തിന് ആന്തൂര്യം എന്ന് പറഞ്ഞാൽ പോരെ അല്ലേ? ആന്തൂര്യം. ബോഗൺവില്ല എന്താണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. ബൊഗൈൻവില്ല അറിയില്ലേ? നമ്മൾ കടലാസ് പൂ എന്ന് പറയില്ലേ? മതിലൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്നില്ല, ഒരുപാട് പൂക്കളുമായിട്ട് മുള്ളുള്ള ചെടികളാണ്. യൂഫോബിയം അതുപോലെ തന്നെ ചട്ടിയിലാണ് വളർത്തുന്നത്. വളരെ ചെറിയ ഹൈറ്റിലേ വളരുള്ളൂ. ഒരുപാട് പൂക്കളുണ്ടാവും, നിറയെ മുള്ളുകളുണ്ടാവും. അതാണ് മനോഹരമായ പല പുഷ്പങ്ങളുടെ ചെടികളിലും നിറയെ മുള്ളുകളുണ്ടാവും. ആ പുഷ്പങ്ങളെ അങ്ങനെ ആക്രമിക്കാതിരിക്കാനാണ്. അപ്പൊ സുരാജ് സൂക്ഷിക്കണം. ഏത് പുഷ്പം കണ്ടും ആഗ്രഹിച്ച് അങ്ങനെ പെട്ടെന്ന് ആ പുഷ്പം പറിക്കാൻ പോകാൻ പാടില്ല. നിറയെ പ്രത്യേകിച്ച് ബൊഗൈൻവില്ല ഏതാണെന്ന് മനസ്സിലാവാത്ത സുരാജ് പൂക്കൾ കണ്ടിട്ട് ആകർഷണനായി പോയി പെട്ടെന്ന് പറിക്കരുത്. ഇല്ല, നല്ലതിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും അപകടം നിറഞ്ഞതായിരിക്കും. അപ്പോ എ ചെമ്പരത്തിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? എ ചെമ്പരത്തി ശരിയായ ഉത്തരം. അപ്പൊ 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ദുബായ് ഗോൾഡ് സുഖ് 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി സുരാജിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി 8000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട നാലാമത്തെ ചോദ്യം.
അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് 4000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 8000ലേക്ക് പോകും. 8000 16,000 ആയിട്ട് ഇങ്ങനെ ഇരട്ടിക്കുന്ന കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തായിരിക്കും? സന്തോഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഫാമിലി ആയിട്ട് അവരുടെ കൂടെ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ സിനിമ കാണുന്നത്, തിയേറ്ററിൽ പോയിട്ട് എല്ലാ പടവും കാണുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. പിന്നെ തമാശകൾ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള പറയുന്നത്, തമാശകൾ കേൾക്കുന്നത്. ഈ അടുത്ത കാലത്ത് കേട്ട ഒരു നല്ല തമാശ, ഓർമ്മയുള്ള ഒരു തമാശ പറയാമോ? കേട്ടതല്ല, ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തമാശയാണ്. ലാലേട്ടനും മുകേഷ് ഏട്ടനും ജഗദീഷ് ഏട്ടന്റെ കൂടെ ഞാനും അമേരിക്ക പ്രോഗ്രാം പോയി, ലാൽ ഷോ, മോഹൻലാൽ ഷോ. അപ്പൊ അവിടെ ചെന്നപ്പോ ശരിക്കും നമുക്ക് വേദന വന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു. അതായത് ഒരു സ്റ്റേജ് പ്രോഗ്രാം യൂറോപ്പില് സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രീൻ റൂമിലിരുന്ന് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ കോട്ടയത്ത് ഒരു അച്ചായൻ വന്നിട്ട്, എടാ പോയി സുരാജിന് ആരാടാ ഈ സുരാജ്, ആ പൊന്നുമോനെ പുറത്തോട്ട് ഇറക്കിയ ഒരു ഫോട്ടോ എടുക്കാനാ. എനിക്കല്ല കേട്ടോ, എന്റെ ഫാമിലിക്ക് പിള്ളേരും മക്കളൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുക്കാനാണ്, ഒന്നും ഇങ്ങോട്ട് ഇറക്കിയ ആരാടാ സുരാജ്. അപ്പൊ ഞാനിങ്ങോട്ട് പുറത്തിട്ടിറങ്ങി വന്ന പുള്ളി ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു, എന്റെ മുഖം തരാതെ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു. സുരാജാണോ ഈ നിൽക്കുന്ന? ഇങ്ങനെ നോക്കിയാ സംസാരിക്കും. ഞാൻ പറഞ്ഞു അതെ. എടാ പിന്നെ തന്റെ വളപ്പുകളൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ എന്റെ വൈഫിനും കുഞ്ഞിനും തന്റെ വളപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്കൊരു ഫോട്ടോ എടുക്കണം, ഒന്ന് നിൽക്കാവോ? ഞാൻ ചേട്ടാ മുഖത്ത് നോക്കി സംസാരിക്കുക. എടാ തന്റെ വളപ്പ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് തന്നെ മുഖത്ത് നോക്കാതെ. താൻ ഒരു കാര്യം ചെയ്യും, ആ ഫാമിലിയൊക്കെ ഒന്ന് ഫോട്ടോ. അപ്പൊ വൈഫും കുട്ടികളൊക്കെ വന്നിരിക്കുന്നു. എനിക്ക് തന്നെ അത് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഷർട്ടൊക്കെ എടുത്തിട്ട് വന്ന് വൈഫിനെ കുഞ്ഞിനോടെയും കൂടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് എനിക്ക് ഇയാളെന്താ മുഖത്ത് നോക്കാത്ത? അത് ഞാൻ ചോദിച്ചു, ചേട്ടാ പ്ലീസ്, ഇപ്പൊ ഞാൻ ഫോട്ടോ എടുത്തു, എന്നാലും നിങ്ങൾ ഇങ്ങനെയല്ല വളപ്പ് എന്നൊക്കെ പറയുന്നത് ഞാൻ കരുതി മോശമായിട്ടത്. പക്ഷെ കോട്ടയത്തൊക്കെ വളപ്പെന്ന് പറഞ്ഞാൽ മനോഹരം എന്നാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ മുഖത്ത് നോക്കാത്ത? നിന്റെ മുഖത്ത് നോക്കാൻ ശരിയാവില്ലെന്നേ, നിന്റെ വളപ്പ് എനിക്കിഷ്ടമല്ല, തന്നെ എനിക്കിഷ്ടമല്ല, പക്ഷെ ഭാര്യയും കുട്ടിക്കൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടം, എന്നാലും മുഖത്ത് നോക്കി സംസാരിച്ചുകൂടെ? തന്റെ മുഖത്ത് നോക്കി എനിക്ക് ചിരി വരുമെന്നേ. എന്റെ മുഖത്ത് നോക്കി ചിരി വരും, അതുകൊണ്ടാണ് മുഖത്ത് നോക്കാത്തത്. കടിച്ച് പിടിച്ചൊക്കെ നിന്ന് പുള്ളി ഇങ്ങനെ തന്നെ നിന്ന് വർത്താനം പറയും. അത് കേട്ടപ്പോ ശരിക്കും എനിക്ക് അപ്പൊ ഒരു ദേഷ്യം അത്രയും നേരം വന്നു. പക്ഷെ അവസാനം പറഞ്ഞു കേട്ടപ്പോ വലിയൊരു അപ്രീസിയേഷൻ ആണ് അല്ലേ, വലിയൊരു അവാർഡാണ് കിട്ടിയത്. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അല്ലെ, സിനിമയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോവുകയും പല ആളുകളെയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇതുപോലെ രസകരമായ സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും അല്ലേ.